ഹായ്, ഞാൻ ദീപ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഇല കാണിച്ചു തരാനാണ്. ഇതാണ് ആ ഇല, ജെറോണിയം. അതെ, ജെറോണിയം നമ്മൾ സാധാരണ വീട്ടിൽ വളർത്താറുണ്ട്. റെയറായിട്ട് അല്ലേ, ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും, ചില സ്ഥലങ്ങളിലൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഈ ഒരു ജെറോണിയം ഭയങ്കര മണമാണ്, നല്ല മണമുള്ള പ്ലാന്റ് ആണ്. ഇതിന് ലീവ്സിനാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പൂക്കൾ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല കാണാൻ, പക്ഷെ ലീവ്സ് നമ്മൾ ഉപയോഗിക്കും. എന്തിനാണെന്ന് പറഞ്ഞു വെച്ചാൽ എസെൻഷ്യൽ ഓയിൽ ഉണ്ടാക്കുന്നത് ഈ ടൈപ്പ് ഓഫ് ജെറോണിയത്തിൻ്റെ ലീവ്സ് നിന്നാണ്. ഇതിൻ്റെ ലീവ്സിനാണ് ഒരുപാട് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാവുന്ന ഒരു ലീവ്സാണ് കേട്ടോ. ഇത് ഡിയോഡ്രൻസ് ഉണ്ടാക്കാനും എസെൻഷ്യൽ ഓയിൽ ഉണ്ടാക്കാനും ജെറോണിയം ഓയിൽസിന് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ് ജെറോണിയം. ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ജെറോണിയം അതിൻ്റെ ലീവ്സിന് തന്നെ വ്യത്യാസമായിരിക്കും. മറ്റേ ജെറോണിയത്തിനെ ഞാൻ കാണിച്ചു തരാം, ഈ ജെറോണിയം ഡിഫറൻസ് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ പർട്ടിക്കുലർലി യൂസ് ചെയ്യുന്ന എസെൻഷ്യൽ ഓയിലും അതുപോലെ തന്നെ ഡിയോഡ്രൻറ്റും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാനിത് പറിച്ചു വെച്ചിരിക്കുന്നത് ഇതിനൊന്നും അല്ല. ഞാൻ കുറച്ച് എണ്ണ കാച്ചാൻ പോവുകയാണ് തലയ്ക്ക് വേണ്ടിയിട്ട്. തലയിൽ തേക്കാനുള്ള എണ്ണ കാച്ചാനാണ് ഇത് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ കഞ്ഞിക്കൂർക്കല അതുപോലെ തന്നെ കഞ്ഞിയുണ്ണിയൊക്കെ ഉപയോഗിച്ച് എണ്ണ കാച്ചാറില്ലേ, കറിവേപ്പിലയൊക്കെ ഉപയോഗിച്ച്, അതേ സെയിം ടൈപ്പിൽ ഇതിൻ്റെ കൂടെ കുറച്ച് കറ്റാർവാഴയും കുറച്ച് വേണമെങ്കിൽ റോസ്മേരി ചേർക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ള അത്തരം ഇലകളും സാധനങ്ങളൊക്കെ മുരിങ്ങയില ഉപയോഗിക്കാം. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എണ്ണ കാച്ചാം. ഇന്ന് എടുത്തിരിക്കുന്ന എണ്ണ കാച്ചിന് ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് കറ്റാർവാഴ ചേർക്കും, കരിഞ്ജീരകം ചേർക്കും. ഈ മൂന്നും കൂടി ചേർത്തിട്ട് എണ്ണ കാച്ചാം. പിന്നെ ഏതാന്ന് ചോദിച്ചാൽ ഇതാ, ഈ കാട് പോലെ വളർന്നു കണ്ടോ, ഇതാണ് നമ്മൾ ഭയങ്കര സ്മെല്ലുള്ള ഒരു തരം ചെടിയാണിത്. ഇതാണ് എണ്ണ കാച്ചുന്ന ജെറോണിയം. ഇതൊരു വലിയ പ്ലാന്റാണ്. ഇത് മൊത്തം ഇവിടെ പടർന്നു കിടക്കുക. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ പറിച്ചെടുത്തിട്ടുള്ളത്. ഇതാണ് എണ്ണ കാച്ചുന്ന ജെറോണിയം. ഇങ്ങനെ ഉണ്ടാവും, വലിയ ചെടിയാണ്. അപ്പോൾ